തിരുവനന്തപുരം വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ ആർ സുഗതനെ അറസ്റ്റ് ചെയ്ത സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് മുൻ DGPയും ഇപ്പോഴത്തെ കൗൺസിലറുമായ ആർ ശ്രീലേഖ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീലേഖ അത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്, അതായത് സുഗതൻ എങ്ങനെ ഗുണ്ടയായി എന്ന് ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ. അപ്പോൾ പൊതുവേ ശ്രീലേഖ എപ്പോഴും നമ്മൾ കുറേ കാലമായിട്ട് കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഈ ക്രൈം ചെയ്തവരെ അല്ലെങ്കിൽ ക്രിമിനൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനോഭാവം പൊതുവെ പുലർത്താറുണ്ട്. ഇവിടെ അത് തന്നെയല്ലേ നമുക്ക് കാണാൻ പറ്റുക? തീർച്ചയായിട്ടും ഇതിനകത്ത് ഒന്ന് രണ്ട് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യമുണ്ട്, പിന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പൊളിറ്റിക്കലായിട്ടുള്ള കാര്യമാണ് മുഴച്ചു നിൽക്കുന്നത്. ഇനിയും ഈ പറയുന്ന പോലെ വാഴോട്ടുകോണത്ത് വാർഡ് കൗൺസിലറായിരിക്കുന്ന സുഗതൻ നല്ല മനുഷ്യനാണോ? ഒരിക്കലും അല്ല. അയാളെ ഇവിടുത്തെ പാർട്ടിയോ അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന പാർട്ടി പോലും അതിൻ്റെ പിന്നിലില്ല. പക്ഷേ 11ഓളം കേസുകൾ, വധശ്രമം ഉൾപ്പെടെ 11ഓളം കേസുകളിൽ പ്രതിയായി കാപ്പ ചുമത്തപ്പെട്ട ഒരു പ്രതി കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതാണ് സുഗതൻ എന്ന് പറയുന്നത്. വാഴോട്ടുകോണം വാർഡ് കൗൺസിലറായി സുഗതന്റെ പ്രത്യേകത. ഈ സുഗതനെ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് അവിടെ ഏതെങ്കിലും പിന്നെ എന്താ പറയാ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പുറത്തൊന്നും അല്ല ഈ സുഗതനെ ഇപ്പോൾ പോലീസ് പിടിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത BJP-ക്കാരെ പലരെയും പിന്നെ ഏറ്റവും അവസാനം മാപ്പെഴുതി കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി വന്ന ചരിത്രമൊക്കെ ഉള്ളതാണ് ഈ പാർട്ടിക്ക്, അത് നമുക്കറിയാം. ഇവിടെ സുഗതനെ ഒരിക്കലും സുഗതൻ പിന്നെ ഏതെങ്കിലും ഒരു ജനകീയ സമരം നയിച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയല്ല. ഏതെങ്കിലും ഒരു അനീതിക്കെതിരെ പ്രതിഷേധിച്ചതിൻ്റെ പുറത്ത് പോലീസുകാർ പിടിച്ചുകൊണ്ടിട്ടിരിക്കുന്നതല്ല. ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ ശബ്ദമായി മാറിയതിന് വേണ്ടിയിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ടിരിക്കുന്നതല്ല. സുഗതനെ പിടിച്ചുകൊണ്ട് പോകുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അവിടെ വള്ളൈക്കടവ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് അവിടുത്തെ ഒരു ക്ഷേത്രത്തിൽ അവിടെ നടന്ന ഒരു പരിപാടിക്കിടയിൽ ഇരുമ്പ് വടി കൊണ്ട് ഒരുത്തിൻ്റെ തലക്കടിച്ച് അയാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ്. എന്നുവെച്ചാൽ വധശ്രമമാണ് കേസ്. അല്ലാതെ ഈ പിന്നെ സ്വാതന്ത്ര്യ സമരമോ അല്ലെങ്കിൽ ജനകീയ സമരം നയിച്ചതിലോ കുടിവെള്ളം കിട്ടാത്തതിന് ജനങ്ങളുടെ കൂടെ നിന്നതിനൊന്നും അല്ല ഈ സമരം ഈ പറയുന്ന ഇയാളെ പിടിച്ചുകൊണ്ട് പോയത്. ഇയാൾ പക്ക ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളാണെന്നേ. ഈ ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളെയാണ് VV രാജേഷ് അടക്കമുള്ള അവിടുത്തെ പിന്നെ എന്താ പറയുക രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ശ്രീലേഖ അടക്കമുള്ള നേതാക്കന്മാർ വിശുദ്ധവൽക്കരിക്കുന്നത്. എന്തിന് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തള്ളിക്കളയാൻ ശീലിക്കണം. അതാണ് പിന്നെ ഇപ്പൊ പറയുന്നത് പോലീസിന്റെ പട്ടിഷോ എന്നാണ് പറയുന്നത്. ഇവര് കുറെ കാലം പോലീസിന്റെ മേധാവിയായിരുന്നല്ലോ. സംസ്ഥാന പോലീസ് മേധാവിയായിട്ടിരുന്ന ആദ്യത്തെ വനിതയല്ലേ ആർ ശ്രീലേഖ. അവര് തന്നെ ഇത് പറയണം. അത്രയും പോലീസിന് പട്ടിഷോ കാണിക്കുന്നവരാണ് എന്ന് ശ്രീലേഖ ഉറപ്പുണ്ടല്ലോ. ശ്രീലേഖ നയിച്ച ഒരു വകുപ്പ് കൂടിയാണ് അല്ലെങ്കിൽ ഒരു സേനയാണ് സംസ്ഥാന പോലീസ് എന്ന് പറഞ്ഞാൽ. അതിനെ പട്ടിഷോ എന്ന് പറയാണ്ട് വിശദീകരിക്കുക, വിഷയമാക്കുക. എന്നിട്ട് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം ആരുടെ തലയിലാണ്? CPM-ന്റെ തലയെ കൊണ്ട് കുടഞ്ഞിടുക. ഇപ്പോൾ ഒന്ന് ആലോചിക്കുക, ഈ പറയുന്ന സുഗതനെ അറസ്റ്റ് ചെയ്ത് പിണറായി വിജയന്റെ പോലീസാണോ? അല്ല. സുഗതനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന VD സതീശന്റെ രമേശ് ചെന്നിത്തലയുടെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഭരണം മാറിയെങ്കിലും എന്ന് വെച്ചാൽ CPM മാറിയിട്ടില്ല. അതായത് പോലീസിനുള്ളിലെ ഇടതുപക്ഷം മാറിയിട്ടില്ല എന്നാണ് ശ്രീലേഖയുടെ പക്ഷം. ശ്രീലേഖ പറയുന്നത് ഭരണമൊക്കെ മാറി. അപ്പോഴും കോൺഗ്രസിനോട് അവർക്ക് പ്രശ്നമൊന്നുമില്ല. രമേശ് ചെന്നിത്തല നല്ല പിള്ളയാണ്. ഇപ്പോഴും അവർക്ക് ശ്രീലേഖയുടെ പ്രശ്നം എന്താ? CPM ആണ് ഇപ്പോഴും പോലീസിനെ ഭരിക്കുന്നത് എന്നുള്ള ഒരു ധാരണയാണ് ഇപ്പോഴും ശ്രീലേഖയ്ക്കുള്ളത്. അന്ധമായ CPM വിരോധം ഇവിടെ. അപ്പം VD സതീശൻ ഇവിടെ അല്ലെങ്കിൽ ഭരണം മാറി രമേശ് ചെന്നിത്തലയുടെ പോലീസായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇവന്റെയൊക്കെ ഈ പറയുന്ന പക്ക ക്രിമിനലായി നടക്കുന്ന സുഗതനെ പോലുള്ളവന്റെ കാൽ കീഴി പോയിരുന്നുണ്ട് ചെരുപ്പ് നക്കണോ? അതാണോ ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നത്? അപ്പൊ ഇവിടെ വേറെ ചില ഞാൻ പറഞ്ഞ പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നം ഇവിടെയാണ് കിടക്കുന്നത്. ഈ പറയുന്ന കോൺഗ്രസിനോട് മൃദു സമീപനം. കാരണം കോൺഗ്രസും BJP-യും തമ്മിൽ മൃദു സമീപനം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച്. തിരുവനന്തപുരം ജില്ല ഇവരുടെ രണ്ടുപേരുടെയും പിന്നെ കേളി രംഗമാണ് ഇവിടെ രണ്ട് കോൺഗ്രസിന്റെയും BJP-യുടെയും. അപ്പൊ അവിടെ ഈ പറയുന്ന കോൺഗ്രസിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ശ്രീലേഖ ഇങ്ങനെ പറഞ്ഞത്. ഭരണം മാറിയെങ്കിൽ തന്നെയും സേന ഭരണം മാറി അറിഞ്ഞിട്ടില്ല. CPM-ന്റെ പിണിയാളുകളായി ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. CPM-കാരാണ് സുഗതനെ ഗുണ്ടയാക്കിയെന്നാണ് പറയുന്നത്. CPM-ഉം പോലീസും 2004 മുതൽ അങ്ങാണ്ട് ഇയാൾക്കെതിരെ കേസുണ്ട്. 2011 പിന്നെ 2011 മുതലാന്ന് തോന്നുന്നു. പല കേസുകളിൽ പ്രതിയാ. 10-21 ഗുണ്ടാ സംഘമാണെന്നേ. വീട്ടിൽ നിറയെ ഇത് പിന്നെ CCTV വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഈ സുഗതൻ. ഈ സുഗതനാണ് ഇപ്പോൾ അവിടുത്തെ വിശുദ്ധ പുരുഷൻ. ഇനി വേറൊരു പ്രശ്നം കൂടിയുണ്ട് ഇതിനകത്ത്. ഇവിടെ വേറൊരു പ്രശ്നം വരെ. ഇനി സുഗതന് രാജിവെക്കാൻ പറ്റത്തില്ല. രാജിവെച്ചാൽ തേഞ്ഞ്. കാരണം BJP ആകപ്പാട് ഒറ്റ സീറ്റിന്റെ ബലത്തിലാണ് ഇപ്പം പിന്നെ നഗരസഭയുടെ ഭരണം കൈയാളിക്കൊണ്ട് ഇപ്പോൾ ഒരാൾ കോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നില്ലേ, മേയർ കുപ്പായിട്ടുണ്ട് VV രാജേഷ്. നഗരത്തെ നശിപ്പിച്ച് ഒരു ഭരണസമിതിയായി ഇത്തവണത്തെ ഭരണസമിതി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തെ ഇല്ലായ്മ ചെയ്ത ഒരാൾ VV രാജേഷ്.
ആ പറയുന്ന വി രാജേഷിന് ഇനി ആ മേയർ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റത്തില്ലെന്നേ ഇവിടെ തോറ്റുപോയി കഴിഞ്ഞാൽ. ഇവിടെ പിന്നെ സുഗതൻ ഈ ഇപ്പം സെൻട്രൽ ജയിലിൽ കിടക്കുക, ജാമ്യം കൊടുത്തിട്ടില്ല. സെൻട്രൽ ജയിലിൽ കിടക്കുന്ന ഇയാളെ പിന്നെ സുഗതനെ ഈ പറയുന്ന കൗൺസിലർ സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരും. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒന്നിൽ CPM ജയിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടിയോടെ ജയിക്കും. ഇനി സുഗതനെ പോലുള്ള ഈ പറഞ്ഞ വിഷയന്തുക്കളെ വട്ടിയൂർ അവർ ജയിപ്പിക്കത്തില്ല വാഴോട്ട് ഓണത്ത്. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഒരു സീറ്റ് BJPക്ക് നഷ്ടപ്പെടും. ഇപ്പൊ തന്നെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ശ്രീലേഖയ്ക്ക് ആ പേടിയുണ്ട്, വി രാജേഷിന് ആ പേടിയുണ്ട്. വി രാജേഷിന്റെ ഒക്കെ മൂട്ടി തീയ അങ്ങനെ പറയേണ്ടി വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പോവും, മേയർ സ്ഥാനം പോവും. പിന്നെ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ എവിടുന്ന മേയർ സ്ഥാനം ഇരിക്കുന്നത്? ഭൂരിപക്ഷം ഇല്ലെങ്കിൽ മേയർ സ്ഥാനം വരില്ല. കോൺഗ്രസ് അങ്ങാണം ജയിച്ചു കഴിഞ്ഞാൽ തീർന്നെന്ന് വിചാരിച്ചാൽ മതി. അവിടെ ഈ ശ്രീലേഖയുടെ കൈയിരിപ്പുകൊണ്ടും ഈ പറഞ്ഞ വാഴോട്ടോണ സുഗതന്റെ കൈയിരിപ്പുകൊണ്ടും ശ്രീലേഖ ഇപ്പൊ ഒന്ന് രാജിവെച്ചിട്ട് വീണ്ടും വട്ടിയൂർക്കാവ് മത്സരിച്ച തേഞ്ഞ് ജയിക്കത്തില്ല. കാര്യം നഗരസഭയിൽ ഇനി ഒരു 4 സീറ്റോ 5 സീറ്റോ പോയിട്ട് എവിടെയെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് 5 എടുത്ത് ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞുണ്ടല്ലോ, ഇനിയും ജീവിതകാലത്ത് BJP കയറത്തില്ല. അതിന് മാത്രം നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് നഗരസഭയിൽ. വെള്ളക്കെട്ട് കാരണം പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ മഴ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക്. ഇതാ അവസ്ഥ. ഇവിടെ എന്താ പറയുക, മാലിന്യ നീക്കം നിലച്ചിട്ട് നാള് കുറേയായി. ഈ ഭരണസമിതി വന്നതിന് ശേഷം അവിടെ തിരുവനന്തപുരം നഗരം മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുന്നതിന് ഒരു വ്യവസ്ഥയില്ല. എവിടെ കൊണ്ട് കളയണമെന്ന് നാട്ടുകാർക്ക് പോലും അറിയാൻ വയ്യാത്ത ഒരു ഗതികേടിലേക്ക് നഗരസഭ എത്തി. അപ്പം വെള്ളക്കെട്ടായി, മാലിന്യമായി. ഇനി പട്ടിയെ പിടിച്ചോണ്ട്, തെരുവ് നായ്ക്കളെ പിടിച്ചോണ്ട് ഇവിടുന്ന് പിടിക്കുന്നതിന് അപ്പുറം 1 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുവിടും. ഇതാണെങ്കിൽ 1 കിലോമീറ്റർ 5 കിലോമീറ്റർ ആണെങ്കിൽ പട്ടിയല്ല, നിരങ്ങി പോരും. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്കും കിടക്കാൻ വയ്യ, ഇവിടെ ഉള്ളവരും കിടക്കാൻ വയ്യ. ഇതാ അവസ്ഥ. ഈ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം, ഈ ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ സമരം ചെയ്താൽ കിട്ടുന്നതല്ല. അവിടെ ജലപീരങ്കിയുടെ മുമ്പിൽ പോയി നെഞ്ചും വിരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ പറ്റും. അതൊക്കെ പിന്നെ പാർട്ടി പ്രവർത്തകനായ മാത്രം മതി. പക്ഷെ ഭരിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഇച്ചിരി കഴിവ് വേണം. ഇവിടെ നഗരസഭ പിന്നെ തിരുവനന്തപുരം നഗരത്തെ അങ്ങ് പുഷ്പിപ്പിക്കാന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ബ്ലൂ പ്രിന്റ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാലം ഇരുന്ന് ഓർമ്മയുണ്ട്. പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് അങ്ങ് പ്രഖ്യാപിക്കുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും പ്രഖ്യാപനം ഇവിടെ നടന്നിട്ടുണ്ടോ? ഏതെങ്കിലും ബ്ലൂ പ്രിന്റ് തിരുവനന്തപുരത്ത് കണ്ടോ? അതുമില്ല. ഇതാ അവസ്ഥ. അപ്പൊ ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ രാധാകൃഷ്ണനുണ്ട്, ഇപ്പൊ പിന്നെ സ്വതന്ത്രൻ, പുള്ളി പ്ലേറ്റ് തിരിക്കാൻ മതി. പുള്ളിയും പ്ലേറ്റ് തിരിച്ച് ഭരണകക്ഷിയുടെ കൂടെ നിന്നാൽ മതി. ഇപ്പൊ അതോടുകൂടി BJP ഭരണത്തിൽ നിന്ന് ദാ കിടക്കുന്നത് നമ്മുടെ താഴെ വീഴും, ഉറപ്പാണ്. അപ്പൊ ഈ ഒരു പൊളിറ്റിക്കൽ റീസൺ കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ രാഷ്ട്രീയമായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം രാഷ്ട്രീയം തന്നെയാണ്. പിന്നെ 2 CPM കുറ്റം പറയുക എന്ന് പറയുന്ന വേറൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. പിന്നെ നമ്മൾ ശ്രീലേഖയെ എടുത്ത് വെച്ച് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശ്രീലേഖ IPS കാരിയായിരിക്കുന്ന സമയത്തും അതിനുശേഷം ഇവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരുന്നു. ശ്രീലേഖ ശ്രീലേഖ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവരതിനകത്ത് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, പെരുമ്പാവൂർ ഒരു മർഡർ കേസുണ്ട്. അപ്പോൾ ആ ലേഡി അടുത്ത സമയത്ത് മരിക്കുകയും ചെയ്തു. ആ പിന്നെ എന്താ പറയുക, അഭിഭാഷകയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയുടെ അമ്മ, ഇത് രാജശ്രീ അങ്ങനെ എന്തോ ആണ് അവരുടെ, രാജലക്ഷ്മി അങ്ങനെ എന്തോ ആണ് അവരുടെ പേര്, അവർ ഈ അടുത്ത സമയത്ത് മരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സംഭവത്തിൽ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരുത്തിനെയാണ് അന്ന് പോലീസ് പിടിക്കുന്നത്. അപ്പോൾ അന്ന് പിന്നെ പോലീസ് പിടിച്ച് ചെരുപ്പ് തൂക്കിയിട്ട് അന്വേഷണം നടത്തിയെന്നും പറയാണ്ട് വലിയ വിവാദമായൊരു വിഷയമുണ്ട്. പിന്നെ ആ ചെരുപ്പ് എടുക്കാൻ ആൾ വരും. അന്ന് ഉമ്മൻചാണ്ടിയുടെ പോലീസായിരുന്നു. അപ്പോൾ ചെരുപ്പ് തൂക്കിയിട്ടേക്കും. അപ്പോൾ രാത്രി ചെരുപ്പ് എടുക്കാനായിട്ട് പ്രതി വരും, പിടിക്കാമെന്നും പറയാണ്ട് അത്രയ്ക്ക് ബുദ്ധിപരമായ നീക്കം നടന്ന ഒരു അന്വേഷണമൊക്കെ ആയിരുന്നു. പിന്നെ അത് പോട്ടെ, അത് കഴിഞ്ഞിട്ട് അന്വേഷണം നടത്തി. പിന്നെ എനിക്കൊന്ന് ഉണ്ണിരാജയെ മറ്റാന്ന് തോന്നുന്നു IPS കണ്ടാണ് അതിൻ്റെ അന്വേഷണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോയത്. അപ്പോൾ ഈ പല്ലിൻ്റെ വിടവ് കണ്ടിട്ട് പ്രതിയെ പിടിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അസം സ്വദേശി എങ്ങാണ്ടാണ് ഈ പിന്നെ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അങ്ങനെ അവനെ പൊക്കുന്നു, ഇവനെ ജയിലിലടയ്ക്കുന്നു. ഇവനെ ക്രിമിനലാണ്, പക്കാ ക്രിമിനൽ. ഒരു പെൺകുട്ടിയെ കൊല്ലാക്കൊല ചെയ്ത് പിന്നെ ഒരു സ്ത്രീയോടും ഒരു മനുഷ്യജീവിയോടും പെരുമാറാൻ പാടില്ലാത്ത വിധം മൃഗീയമായി പെരുമാറിയ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു നരാധമനെ ജയിലിനകത്ത് പിടിച്ചുകൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ ഇവനെ പോയി സന്ദർശിച്ചതിന് ശേഷം ആ ശ്രീലേഖ പറഞ്ഞു, അയ്യോ പാവപ്പെട്ട ഒരു ചെറുക്കൻ, ചോര കണ്ട തല ഇറങ്ങുന്ന ഒരു ചെറുക്കൻ എന്ന് പബ്ലിക്കലി വന്ന് പറഞ്ഞ ഒരു IPS ഉദ്യോഗസ്ഥയാണ് അല്ലേ. ഇത് നമ്മളുടെ മുന്നിലുണ്ട്. ഈ കാര്യം എന്താ വെച്ചാൽ അവന് പാവപ്പെട്ട് അവന് എണീറ്റ് ഇരിക്കാൻ വയ്യ, അത്രയ്ക്ക് ആരോഗ്യമില്ല. അങ്ങനെയുള്ള ഒരാൾ ഇത്രയും ആരോഗ്യവതിയായ ഒരു പെൺകുട്ടിയെ കൊല്ലാനും ഇമാതിരി ഉപദ്രവം നടത്താനും കഴിയുമോ എന്ന് ഒരു പിന്നെ സ്വന്തം മാധ്യമത്തിലൂടെ ചോദിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ്, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥ. ഇത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നും നമുക്കറിയാം, ഇപ്പോഴും ആ കേസ് തീർന്നിട്ടില്ല. മെമ്മറി കാർഡുമായിട്ട് ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി കിടക്കുകയാണ്. ആ കേസിൽ സ്വന്തം സഹപ്രവർത്തകയെ ക്രൂരമായി പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരുത്തിന് കൊട്ടേഷൻ കൊടുത്ത് ഗൂഢാലോചന നടത്തിയ ഒരു നടൻ, ആ നടൻ ജയിലിൽ കിടക്കുക. ആ ജയിലിൽ കിടന്ന നടന് പായും തലയണയും അടക്കമുള്ള 5 സ്റ്റാർ ഫെസിലിറ്റീസ് അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ മുൻപന്തിയിൽ നിന്ന പിന്നെ പോലീസ് ഉദ്യോഗസ്ഥയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥയാണ് പറയുന്നത് പോലീസുകാർ പട്ടി ഷോ കാണിച്ചു എന്ന്.
അവിടെ പോലീസിനെ ആക്രമിക്കുകയും നാട്ടുകാർ കൂടുകയും ചെയ്ത സമയത്ത് ആ പോലീസുകാർ വെടിവെച്ചു. അതാണ് പോലീസ് ചെയ്ത തെറ്റ്. തെറ്റ്. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. എടാ ഒരു രാത്രി ഒരുത്തിനെ പിടിക്കാൻ പോവാ പോലീസ്, ക്രിമിനൽ, ഒരുത്തനെ കൊലപാതക കേസാ, വധശ്രമത്തിന് കേസുണ്ട്, അവന്റെ പേര് 11ഓളം കേസുണ്ട്, പക്കാ ഗുണ്ടയാ. പോലീസ് പിന്നെ എങ്ങനെ പോകണം? അല്ല, പോലീസ് പിന്നെ എങ്ങനെയാ പോകേണ്ടത്? പോലീസ് ഇവിടുന്ന് താലത്തി പിന്നെ പെണ്ണ് കാണലിനൊക്കെ പോകുന്ന പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഈ നിശ്ചയ സമയത്ത് ഈ താലം കൈമാറുന്ന പരിപാടിയുണ്ട്. അതുപോലെ പട്ടും ഫ്രൂട്ട്സും ഒക്കെ വെച്ച് നിറച്ച ഒരു കൂടയും കൊണ്ട് വേണോ ഇവന്റെ മുന്നിൽ പോകേണ്ടത്? ഈ പറയുന്ന സുഗതന്റെ മുമ്പിൽ അതാണോ പോലീസ് ചെയ്യേണ്ടിയിരുന്നത്? അതാണോ ശ്രീലേഖ എന്ന് പറയുന്ന മുൻ IPS ഉദ്യോഗസ്ഥ കരുതി വെക്കുന്ന പോലീസിന്റെ ന്യായം? ഇത് കൊണ്ടുവന്ന് അയ്യോ വാ മോനെ എന്ന് പറഞ്ഞിട്ട് വിളിച്ച്, മോനെ വാ നിനക്ക് ആ സ്വർണ്ണമാല മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് വണ്ടിക്കകത്ത് കയറ്റിയാണോ കൊണ്ടുപോകുന്നത്? അല്ലല്ലോ. അവിടെ ചെന്ന് അവന്റെ അവൻ പോലീസിനെ ആക്രമിച്ച കേസും കൂടെ അവന്റെ പേരിലുണ്ടെന്നേ. അപ്പം അവിടെ എന്ത് സംഘർഷം ഉണ്ടായി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ സംഘർഷത്തിൽ പോലീസ് ഷൂട്ട് ചെയ്തു ആകാശത്തേക്ക്. അത് സ്വാഭാവികമായി നടക്കുന്ന പരിപാടിയാണ്. ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇപ്പൊ അവൻ വലിയ പുണ്യാളച്ചനാണ്. ആര്? ഈ സുഗതൻ പുണ്യാളച്ചനും. ആ പുണ്യാളച്ചനെ ഇവിടുന്ന് ഏതോ കുറെ കാവാലികന്മാരായ പോലീസുകാർ അറസ്റ്റ് ചെയ്യാനും ചെന്ന് പട്ടി ഷോ കാണിച്ചു. ഇതാണ് ഇപ്പം ഈ പറയുന്ന ശ്രീലേഖ അടക്കമുള്ള ആൾക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇത് അങ്ങേയറ്റത്തെ തെറ്റാണ്. ഇവർക്കൊക്കെ എന്നാണാവോ നേരം വിളിക്കുക? ഒരാളെ ജയിപ്പിച്ച് വിട്ടതിന്റെ ഫലം തിരുവനന്തപുരത്തുകാർ അനുഭവിച്ച് മതിയാവുന്നില്ല. അപ്പോഴത്തേക്കാണ് ഈ പറയുന്ന ചില ഗുണ്ടകൾ ഇറങ്ങിയിട്ടുള്ള വിളയാട്ടം. അപ്പം BJP എന്ന് പറഞ്ഞ ഗുണ്ടാ പാർട്ടിയാണോ എന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ. അത് മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ. പിന്നെ ശ്രീലേഖ പറയുന്നത് എല്ലാം ശരിയാണെന്ന് നമുക്ക് വായിച്ചു കൊടുക്കാനും പറ്റില്ല.